ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. പൊട്ടറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് ചെയ്യുന്നത്. അധികം സമയം ചിലവൊന്നും ഇല്ലാതെ തന്നെ ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടറ്റോ പക്കോടയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതിനു മുന്നേ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ആ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഞാനിവിടെ 3 ചെറിയ ഉരുളക്കിഴങ്ങും ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വലിയ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് രണ്ടായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നന്നായി കഴുകി വെച്ചേക്കുവാണേ. ഇനി ഇത് പക്കോടയ്ക്ക് വേണ്ടി ഒന്നുകിൽ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത കിഴങ്ങ് ഉടൻ തന്നെ തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അതിന്റെ കളർ മാറിപ്പോവും. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ 2-3 തവണ തണുത്ത വെള്ളത്തിൽ കഴുകി പൊട്ടറ്റോയിലെ സ്റ്റാർച്ചൊക്കെ ഫുൾ മാറ്റിയെടുത്തേക്കാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി ചതച്ചതാണ്. കുറച്ച് മല്ലിയില. ഇപ്പൊ മല്ലിയില ഇടുന്നത് നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മല്ലിയില വലിയ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില വേണേലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒന്നങ്ങ് ടെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞെടുക്കാം. എന്നിട്ട് ഇത് കയ്യിൽ പിടിച്ചെടുക്കുന്ന പാകത്തിന് ഒന്നങ്ങ് നനച്ചെടുക്കണം. അപ്പൊ ഇത് ഇതുപോലെ. അപ്പൊ നമ്മുടെ ആലു പക്കോട അഥവാ ആലു ലച്ച ഉണ്ടാക്കാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇത് ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് കൈകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായക്ക് ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. ടൊമാറ്റോ സോസിനൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.